ഞാൻ തൃപ്രയാർ മാധവൻ, മ്യൂസിക് ഡയറക്ടർ. ഞാൻ PG തങ്കപ്പൻപിള്ള, പാരമൗണ്ട് ഫാർമസ്യൂട്ടിക്കൽസിന്റെ മാനേജിംഗ് ഡയറക്ടർ. പറയടാ, 2 ഡ്രിങ്ക് എടുത്തോളൂ. ഞാൻ കുടിക്കില്ല. എങ്കിൽ എനിക്ക് ഡബിൾ ലാർജ്. ഇന്ന് റം വേണ്ട, വിസ്കി ആയിക്കോട്ടെ. വിസ്കിയോ? അതെ, വിസ്കി, ഇനി പ്രീമിയം ബ്രാൻഡ്. സാറേ, കാശ്? ഈ തെണ്ടിയുടെ കാശുണ്ടടാ. ഇവൻ കാശിറക്കുമെന്ന് തോന്നുന്നില്ല. അത് ഞാൻ വരുത്തി തരാം, നീ സാധനം കൊണ്ടുവാ. സാറേ, ചതിക്കല്ലേ. നാരായണ. മിസ്റ്റർ മാധവൻ ഇരിക്കൂ. കാര്യങ്ങൾ ഇവിടെ വെച്ച് സംസാരിച്ച് ഒരു സെറ്റിൽമെന്റിൽ എത്താം. സെറ്റിൽമെന്റ് എത്തുന്നതിന് മുമ്പ് എനിക്ക് വീടൊന്ന് കാണണം. ഒരു മരുന്ന് കമ്പനി ഉടമയുടെ വീടാണ്. വിവരങ്ങളൊക്കെ റിസപ്ഷനിസ്റ്റ് പറഞ്ഞു. ഒന്ന് വരൂ. എന്താ? ഒന്ന് വരൂ പ്ലീസ്. കമാ. ഡോക്ടർ അപർണ വേണുഗോപാൽ. ബംഗാളിയാണോ? അമ്മ മലയാളി, അച്ഛൻ ബംഗാളി, മിക്സഡാ. ആള് കലാകാരിയാണോ? അപർണ വലിയ കലാപ്രേമിയാണ്. പാട്ട്, പാട്ടുകാര്, ഇതൊക്കെ വലിയ വീക്ക്നെസ് ആണ്. ഇതിങ്ങനെ പച്ചക്ക് കുടിച്ച ചങ്ക് പൊള്ളിപ്പോകും പിള്ളച്ചേട്ടാ. സ്നാക്സ് ഒന്നും ഇല്ലേ നാരായണ? ഗ്രൗണ്ട് നട്ട്സ് ആണ് പിള്ള സാറിന്റെ പതിവ്. ചീപ്പ് ആൻഡ് ബെസ്റ്റ്. അയ്യേ, നിലക്കടലേ. ഇന്ന് അത് ഏതായാലും വേണ്ട. ഇന്ന് കാഷ്യൂ നട്ട്സ് വിത്ത് എ പ്ലേറ്റ് ഓഫ് ഫിംഗർ ഫിഷ്. കൊണ്ടുപാടാ. ഡീറ്റെയിൽസ് പറയൂ ഏട്ടാ. ശങ്കേഴ്സ് ഹോസ്പിറ്റലിന്റെ ഉടമയാണ് അപർണ. മരിച്ചുപോയ ശങ്കരൻ ഡോക്ടറുടെ മകൾ, ഏക അവകാശി, കോടീശ്വരി. അവര് കല്യാണം കഴിച്ചാണോ? 10-12 വയസ്സുള്ള ഒരു മോനുണ്ട്. പക്ഷേ ഭർത്താവുമായിട്ട് ഇപ്പൊ പിരിഞ്ഞ് താമസിക്കുന്നു. അയാൾ ഡൈവേഴ്സിന് നോട്ടീസ് കൊടുത്തിരിക്കുക ഡോക്ടർ വേണുഗോപാൽ. ഇവരെ പിരിയാൻ നോട്ടീസ് കൊടുത്തവനെ തൊഴിക്കണം. അയാൾ ഒരു ശപ്പനാണ്. ആശുപത്രി, ചികിത്സ, ആ ഒരൊറ്റ വിചാരമേ ഉള്ള അയാൾക്ക്. അങ്ങനെ ഒരുത്തന്നെ ഇവർക്ക് പറ്റുമോ? പോരാത്തന്നെ ഇവര് പണക്കാരി, അയാള് പാവപ്പെട്ടവൻ. കോംപ്ലക്സ് ഇളകി. മകൻ പക്ഷെ തന്റെ കൂടെ. അവർക്ക് വേറെ ആളായോ? പറ്റിയ ഒരാളെ കിട്ടിയാ ഏത് നിമിഷം ആകാം. തങ്കപ്പൻപിള്ളേ, ഓ ചേട്ടനെ അവര് വിളിക്കുന്നു. കേട്ടോ. റിപ്പയറിന് കൊടുത്ത ബാറ്റ് എന്ന് കിട്ടും? നാളെ തന്നെ കൊണ്ടുതരാം. ഓക്കെ. എന്തിനാ അവര് ചേട്ടനെ വിളിച്ചത്? പേഴ്സണൽ. ഈ പ്രായത്തിലും പേഴ്സണലോ? ഞങ്ങൾ നെയ്ബേഴ്സ് തമ്മിൽ പല പേഴ്സണലും കാണും. അതിന് പ്രായം ഒരു പ്രശ്നമല്ല. സത്യം പറ, ഇവര് ചേട്ടന്റെ നെയ്ബറാണോ? എന്താ സംശയം? അപ്പൊ ഇവര് നമ്മളെ നെയ്ബറാണല്ലേ? നമ്മളോ? പറഞ്ഞതുപോലെ അതങ്ങ് മറന്നു. അഡ്വാൻസ് 10,000 രൂപ. 20,000 ഒന്നല്ലേ പറഞ്ഞത്? ഈ ചേട്ടന്റെ ഒരു ഓർമ്മശക്തി. ഉള്ളത് പറയാമല്ലോ. വീടിന്റെ ഇത്തിരി ചോർച്ചയുണ്ട്. ഓ, അത് സാരമില്ല ചേട്ടാ. പിന്നെ വെള്ളത്തിനും പ്രശ്നമുണ്ട്. ടാപ്പിന് വാഷറില്ല, ക്ലോസറ്റും പഴയതാ. അതൊക്കെ പഴയതാ ചേട്ടാ നല്ലത്. ഓൾഡ് ഈസ് ഗോൾഡ്. കാറ്റത്തെങ്ങാനും ഇത് അണഞ്ഞു പോയാ കത്തിക്കാൻ വേറെ കൊള്ളിയില്ല. എന്തൊരു ഇരുട്ട്. ചേട്ടൻ ഈ വീട് ഡ്രാക്കുളയുടെ നിന്നാണ് മേടിച്ചത്. ആരുടെ? ഡ്രാക്കുള, ദ പ്രിൻസ് ഓഫ് ഡാർക്ക്നെസ്. അതെ. മാസം 2,000 രൂപ വാടകയ്ക്ക് മാർത്താണ്ഡോർമയുടെ പാലസ് കിട്ടില്ല. മാർത്താണ്ഡോർമ, ദ പ്രിൻസ് ഓഫ് ട്രാവൻകൂർ. ഒരു ബൾബ് ഇടുന്നതിന് എന്തിന് മാർത്താണ്ഡവർമ്മ? വലിയ ബുദ്ധിമുട്ട് തോന്നുന്നെങ്കിൽ 10,000 രൂപ വാങ്ങിയിട്ട് ഗാനഗന്ധർവ്വം സ്ഥലം കാലിയാക്കി. വിട്ടോ. 10,000 രൂപയോ? 20,000 രൂപയല്ലേ ഞാൻ തന്നത്? 10,000 രൂപ ക്ലബിലെ കടം തീർത്തു. കിട്ടുമ്പോ തരും. ചേട്ടന്റെ ഒരു കാര്യം. എന്റെ ബെഡ്റൂം എവിടെ? തുറക്കട്ടെ ഗന്ധർവ. ദ്വാരത്തിൽ തുരുമ്പ് കയറി. ഇതാണ് ഹാൾ. ഇനി വാ, പാമ്പ് കാണുന്നുണ്ട്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഈ ചെലന്തികളുടെ സംസ്ഥാന സമ്മേളനം ഇവിടെ വെച്ചാണോ നടത്തുന്നത്? കുറച്ചാലും അടച്ചിട്ടിരുന്നല്ലേ. ഒന്ന് ക്ലീൻ ചെയ്യേണ്ടി വരും. വിഷമം ഞാൻ മനസ്സിലാക്കുന്നു. മാറ്റിത്തരാം. സുഹൃത്തുക്കളെ വരൂ.
ഇതെവിടെങ്കിലും കൊണ്ട് വെക്കൂ. ഇതെന്താ ചക്കയാണോ? ഏയ് തബല. അതാണ് ഡോക്ടർ അപർണയുടെ വീട്. ഇത് അവരുടെ ബെഡ്റൂം. ഇവിടെ നിന്ന് നോക്കിയ എല്ലാം കാണാം. എന്തുപോയ നിനക്കൊക്കെ ഇവിടെ എന്താ കാര്യം? നിന്റെയൊക്കെ റൂം അപ്പുറത്താ. പോയെ. ആ പ്രതീക്ഷ തകർന്ന പാവങ്ങൾ. അപ്പോ ഇവിടെ നിന്നാ ഒരുവിധം എല്ലാം കാണാല്ലേ? കാണുന്നതിന് വിരോധമൊന്നുമില്ല. എന്റെ വാടക മുടക്കരുത്. ഇല്ല. താൻ ഒളിച്ചും പാത്തും നോക്കുന്നവരുടെ കണ്ണിൽ പെടരുത്. പെട്ടാൽ നാളെ മോർണിംഗ് ഇവിടെ ബുൾഡോസർ ഉറപ്പാ. ഇല്ല. ആ താഴെ നിൽക്കുന്ന രണ്ടുപേരും ജോലിക്കാരായിരിക്കും അല്ലേ? ആണ് പോരാ, പെണ്ണു കൊള്ളാം. അത് വാസന്തി കുക്ക്, രാമേന്ദ്രൻ കാവൽക്കാരോ. ഡോക്ടർ അപർണയും ചേർത്ത് 3 പേരെ വീട്ടിലുള്ളൂ. ബന്ധുക്കളെന്ന് പറയാൻ അങ്ങനെ പറയത്തക്കതായ ആരുമില്ല. ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഡോക്ടർ അയച്ചു നിർത്തിയിരിക്കുക. നന്നായി. ഈ ബന്ധുക്കളൊക്കെ ഉള്ളത് ഇക്കാലത്ത് പാരെ. എനിക്ക് ശങ്കേഴ്സ് ഹോസ്പിറ്റലിൽ ഒന്ന് പോണം. ഡോക്ടർ മല്ലിക്ക് തിരക്കൊഴിയുന്ന സമയമായി. നമ്മുടെ ചോറാണേ. വെളിച്ചം വേണ്ടേ?